ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വൺ പീസ് സീരീസിലെ സ്ട്രോ ഹാറ്റ് പൈരറ്റിന്റെ ക്യാപ്റ്റനായ മങ്കി ഡി ലൂഫിയെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ഒന്ന് ലൈക്ക് ചെയ്തേക്ക്. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു ലൂഫി എന്ന വാക്കിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് നോക്കിയാൽ പ്രത്യേകിച്ച് മീനിങ് ഒന്നും കൊടുത്തിട്ടില്ല. ഓഡയ്ക്ക് പെട്ടെന്ന് ലൂഫി എന്ന പേര് വെക്കാൻ തോന്നി, അത്ര തന്നെ. എന്നാൽ ലൂഫിയുടെ ബർത്ത്ഡേ മെയ് 5-നാണ്. മെയ് 5 എന്ന ഡേറ്റ് വെറുതെ വച്ചതല്ല. നമ്മുടെ നാട്ടിൽ നവംബർ 14-നാണ് ചിൽഡ്രൻസ് ഡേ. എന്നാൽ അതുപോലെ ജപ്പാനിൽ മെയ് 5-നാണ് ചിൽഡ്രൻസ് ഡേ. ഇത് ലൂഫി ആയിട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നു എന്ന് നോക്കിയാൽ നമ്മൾ ഇപ്പോഴും ലൂഫിയെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കുട്ടിക്കളി മാറാത്ത ഒരു ക്യാരക്ടറെ പോലെയാണ് നമുക്ക് നോർമലായി കാണിച്ചു തന്നത്. അതുപോലെ ഓട പറഞ്ഞ മറ്റൊരു കാര്യം, ഹി ഈസ് ഐഡൽ സൈഡ്. അതായത് എനിക്കൊരു മകൻ ജനിക്കുന്നുവെങ്കിൽ അത് ലൂഫിയെ പോലെ ആയിരിക്കണം. ഇനി ഈ ഒരു മങ്കിയുടെ ലൂഫിയെ കുറിച്ച് നോക്കിയാൽ ചുറുചുറുപ്പായിരിക്കും, ഇടയ്ക്ക് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യും, ഫ്രീ ബേർഡിനെ പോലെ പറന്നു നടക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ സീരീസിൽ കാണുന്നതാണ്. ഇനി ലൂഫിയുടെ ഫേസിൽ തന്റെ കണ്ണിന്റെ താഴെയായിട്ട് ഒരു മുറിവ് നമുക്ക് കാണാൻ സാധിക്കും. ഇതിന്റെ കാരണം നമ്മുടെ ഷാങ്സ് ആണ്. ഷാങ്സിന്റെ പൈരറ്റ് ഗ്രൂപ്പിൽ നമ്മുടെ ലൂഫിക്ക് ചേരാൻ അത്രയധികം ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ സമയം ഷാങ്സ് എന്റെ ടീമിൽ ചേരാൻ നിനക്ക് എന്ത് യോഗ്യതയുണ്ട് ചോദിച്ചപ്പോൾ നമ്മുടെ ലൂഫി തന്റെ കണ്ണിൽ കുത്തിയ പാടാണ് ഇവിടെ നമുക്ക് കാണിച്ചു തന്നത്. പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടും ഷാങ്സിന്റെ പൈരറ്റ് ടീമിൽ ലൂഫിക്ക് ചേരാൻ കഴിഞ്ഞില്ലെങ്കിലും ഷാങ്സിനെ ഇൻസ്പയർ ചെയ്താണ് ലൂഫി പൈരറ്റ് കിങ് ആകാൻ വേണ്ടി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ്, വൺ ഓഫ് ദ ഫ്യൂ ഗൈസ് ടു ഹാവ് ദ പവർ ഓഫ് വോയിസ് ഓഫ് ആൾ തിങ്ക്. അതായത് ഈ ഒരു വോയിസ് ഓഫ് ആൾ തിങ്ക് എന്നത് ഫിഷർമാൻ ഐലാൻഡിൽ സംസാരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ലൂഫിക്ക് കേൾക്കാൻ സാധിക്കും. അതുപോലെ ഗോൾഡി റോജർ, മൊമന്റോസ്കി പോലുള്ള കുറച്ച് കഥാപാത്രങ്ങളുണ്ട്. അതുപോലുള്ള ചില ക്യാരക്ടേഴ്സിന് മാത്രമാണ് വൺ പീസിലെ ചില ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയുകയുള്ളൂ. ഇതും ഒരു റെയർ ആയിട്ടുള്ള എബിലിറ്റിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ലൂഫി വിൽ ഓഫ് ഡിയിലുള്ള ഒരാളാണ്. അതായത് വൺ പീസ് സീരീസിലെ ചില കഥാപാത്രങ്ങൾക്ക് ഡി എന്ന പേര് കാണാൻ സാധിക്കും. ഈ ഒരു ഡി എന്ന പേര് സ്പെഷ്യലായി നിൽക്കുന്ന ഒന്നാണ്. പക്ഷെ അത് എന്താണെന്ന് ഇതുവരെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുമില്ല. റോജർ, എയ്സ്, ലൂഫി, അതുപോലെ തന്നെ ഡെഫാർഗർലോ ഇവരൊക്കെ ഈ ഒരു ഡിയിൽ ചേർന്ന ആൾക്കാരാണ്. ഈ ഡി എന്ന പേരിലുള്ള ആൾക്കാർ നമ്മുടെ ഗോഡിനെതിരായി നിൽക്കുന്ന ആൾക്കാരെന്ന് വേണമെങ്കിൽ പറയാം. അതായത് വൺ പീസിലെ ഗോഡ് എന്ന് പറയുന്ന ആൾക്കാർ സെലസ്റ്റിയൽ ഡ്രാഗൺസ് ആണ്. ലൂഫി ഒരു സമയത്ത് നമ്മുടെ ഒരു സെലസ്റ്റിയൽ ഡ്രാഗനെ അടിച്ച് പറപ്പിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇനി ലൂഫി എപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ഒരു ജോലിയായിട്ടാണ് നടക്കുന്നത്. എന്നാൽ ലൈഫിൽ ഒരു സമയത്ത് മാത്രം പുള്ളിക്കാരൻ ഡിപ്രഷനിലേക്ക് പോകുന്നുണ്ട്. അത് എയ്സിന്റെ മരണമാണ്. ലൂഫി ആ ഒരു സമയത്ത് അൺകോൺഷ്യസ് സ്റ്റേജിലേക്ക് പോകുന്നുണ്ട്. അതായത് കുറച്ച് സമയത്തേക്ക് ലൂഫിക്ക് ബോധം തന്നെ പോകും. ഇനി മറ്റ് ക്യാരക്ടേഴ്സിൽ നിന്നും, എന്തിന് വൺ പീസ് വിട്ട് മറ്റ് ആനിമെ ക്യാരക്ടേഴ്സ് വെച്ച് കമ്പയർ ചെയ്താൽ പോലും ലൂഫിയുടെ ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. മറ്റ് ആനിമെ സീരീസിലും ഫുഡി ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. എന്നാൽ അവരൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ലൂഫി എപ്പോഴും ഒരു സ്റ്റെപ്പ് മുകളിലാണ്. വിശന്ന് കഴിഞ്ഞാൽ കിട്ടിയതെടുത്ത് തിന്നും. കോമഡി ആയിട്ടാണെങ്കിലും നമ്മുടെ ചോപ്പറിനെ കഴിക്കാൻ പോകുന്ന രീതിയിലൊക്കെ ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി വൺ പീസ് സീരീസിൽ ഹാക്കി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പവർ ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ നമ്മുടെ നറൂട്ടോ സീരീസിൽ സേജ് മോഡില്ലേ, അതുപോലെ ഏതൊരു ഹ്യൂമനും ട്രെയിനിങ് ചെയ്ത് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സ്പെഷ്യൽ എബിലിറ്റിയാണ് ഈ ഒരു ഹാക്കി. ഈ ഒരു ഹാക്കിയിൽ പല ടൈപ്സ് ഉണ്ട്. അതിൽ നമ്മുടെ ലൂഫി ആണെങ്കിൽ ഒബ്സർവേഷൻ ഹാക്കി, ആർമമെന്റ് ഹാക്കി, കോൺകറർ ഹാക്കി ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി എല്ലാവർക്കും അറിയുന്നത് പോലെ ലൂഫി ഒരു ഡബിൾ ഫ്രൂട്ട് യൂസർ ആണ്. വൺ പീസിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്തവർക്കൊന്ന് പറഞ്ഞു തരാം. ഈ ഒരു വൺ പീസ് വേൾഡിൽ ഡബിൾ ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രൂട്ട്സ് ഉണ്ട്. ഈ ഒരു ഫ്രൂട്ട് കഴിച്ചാൽ അവർക്ക് പ്രത്യേക തരത്തിലുള്ള ഒരു പവേഴ്സ് കിട്ടും. ഓരോ ഫ്രൂട്ടിനും ഓരോ പവേഴ്സ് ആണ് ഉണ്ടാവുക. എന്നാൽ ഇതിന്റെ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ പോരായ്മ എന്ന് പറയുന്നത്, ഈ ഒരു ഡബിൾ ഫ്രൂട്ട് കഴിച്ചാൽ അവർക്ക് നീന്താനുള്ള കഴിവ് നഷ്ടപ്പെടും. നീന്താൻ കഴിയാത്തത് ഒരു വലിയ പ്രശ്നമാണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ആണ്. ഈ ഒരു വൺ പീസ് വേൾഡ് ഭൂരിഭാഗവും വെള്ളത്താൽ ചുറ്റിപ്പറ്റിയാണ് നടക്കുന്നത്. ഇനി ലൂഫി കഴിക്കുന്ന ഡബിൾ ഫ്രൂട്ട് ആണ് ഗം ഗം നോമി. എന്നാൽ പിന്നീട് ഇത് ഗമു ഗമു നോമി അല്ല, ഹിറ്റോ ഹിറ്റോ നോമി അഥവാ ഹ്യൂമൻ ഫ്രൂട്ട് ആണെന്ന് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഈ ഒരു ഫ്രൂട്ടിന്റെ പ്രധാന പവർ തന്റെ ബോഡി മുഴുവൻ റബ്ബറാക്കി മാറ്റാൻ സാധിക്കും. ഇനി ഈ ഒരു ഡബിൾ ഫ്രൂട്ടിന്റെ പവേഴ്സിൽ തന്നെ ഒരുപാട് ഫോംസ് ഉണ്ട്. ഈ ഫോംസിനൊക്കെ ഗിയർ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വൺ പീസ് സീരീസിൽ കാണിച്ചു തന്നത്. അതായത് ഗിയർ 2, ഗിയർ 3, ഗിയർ 4, ഗിയർ 5 എന്നിങ്ങനെയാണ് ഇവിടെ കാണിച്ചു തന്നത്. ഇതിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വേർഷൻ നമ്മുടെ ഗിയർ 5 ആണ്. ഈ ഒരു ലൂഫി നമ്മുടെ ഗിയർ 5 അവൈക്കൺ ചെയ്തപ്പോഴാണ് ലൂഫി ശരിക്കും ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നത്. അതായത് പണ്ട് 800 വർഷങ്ങൾക്ക് മുൻപ് സൺ ഗോഡ് അഥവാ നിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് ശേഷം ആ ഒരു സൺ ഗോഡിന്റെ റീഇൻകാർണേഷനായി ജോയ് ബോയ് വന്നു. അങ്ങനെ ജോയ് ബോയ്ക്ക് ശേഷം ആ ഒരു പദവിയിലേക്ക് ഇപ്പോൾ ലൂഫി വന്നു. അതായത് 3 പേരും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. ഇവരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണ്. ഈ
ഒരു ലൂഫിയുടെ ഡെവിൾ ഫ്രൂട്ടും പവേഴ്സും ഫോംസും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇനി ലൂഫിയുടെ സ്ട്രോ ഹാറ്റ് പൈരറ്റ്സിലെ ഓരോ ആൾക്കാരെ നമുക്ക് നോക്കാം. ഇവിടെ ആദ്യമായിട്ട് തന്റെ ടീമിൽ ചേരുന്നത് നമ്മുടെ സോറോ ആണ്. സോറോയ്ക്ക് ശേഷം നാമി വരും, പിന്നെ ഊസോപ്പ്, സാഞ്ചി, ചോപ്പർ, റോബിൻ, ഫ്രാങ്കി, ബ്രൂക്ക്, ജിൻബെ ഇവരൊക്കെ ചേർന്ന ഒരു പൈരറ്റ് ടീമാണ് നമ്മുടെ സ്ട്രോ ഹാറ്റ്സ്. പിന്നെ ലൂഫിയുടെ ഫാദർ ആരാണെന്ന് നമുക്ക് സീരീസിൽ കാണിച്ചു തന്നിട്ടുണ്ട്, അത് മങ്കി ഇഡി ഡ്രാഗൺ ആണ്. എന്നാൽ ലൂഫിയുടെ മദർ ആരാണെന്ന് ഇതുവരെ കാണിച്ചു തന്നിട്ടില്ല. എന്നാൽ ലൂഫിയെ ഇത്രയധികം വളർത്തി വലുതാക്കിയത് നമ്മുടെ ഗാർപ്പാണ്. ലൂഫിക്ക് ചെറുപ്പത്തിൽ ഫ്രണ്ട് ആയിട്ടുണ്ടായത് ബ്രദർ ആയിട്ടുള്ള എയ്സും സാബുവും ആണ്. പിന്നെ എല്ലാ ഷോണൻ സീരീസിൽ ഉള്ളതുപോലെ ലൂഫിയും ഇവിടെ ആരെയും കൊന്നിട്ടില്ല. അതായത് ജസ്റ്റ് എല്ലാ എനിമയും അടിച്ച് ഡിഫീറ്റ് ആക്കുകയാണ് ചെയ്തത്. എന്നാലും നമ്മുടെ ലൂഫി മറ്റുള്ളവരെ കൊല്ലാത്തതിന്റെ റീസൺ തനിക്ക് പൈരറ്റ് കിങ് ആകണം എന്ന ആഗ്രഹം ഉള്ളതുപോലെ മറ്റുള്ളവർക്കും അതുപോലെ അവരവരുടെ ഡ്രീംസ് ഉണ്ട്. നമ്മൾ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അവരുടെ ഡ്രീംസ് ഇല്ലാതാക്കുന്നത് പോലെയാണ്. പിന്നെ ഈ ഒരു ലൂഫി എന്ന ക്യാരക്ടർ ക്രിയേറ്റ് ആകാനുള്ള പ്രധാന റീസൺ നമ്മുടെ ഡ്രാഗൺ ബോളിലെ സൺ ഗോക്കു ആണ്. ഗോക്കുവിന്റെ പല സംഭവങ്ങളും നമുക്ക് ലൂഫിയിൽ കാണാൻ സാധിക്കും. അക്കീറ ടോറിയാമയുടെ ഡ്രാഗൺ ബോളും അതുപോലെ തന്നെ വൺ പീസും ക്രോസ് ഓവർ ചെയ്തിട്ടുള്ള ഒരു മാങ്കി ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ തന്നെ ഒരു ആനിമേഷൻ എപ്പിസോഡിൽ നമ്മുടെ ലൂഫി നിംബസിൽ പറക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ ഒരു നിംബസ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്ലൗഡ് ആണ്. അതിൽ കയറി പറക്കണമെങ്കിൽ ഒരു പ്യൂർ ഹാർട്ടഡ് ആയിരിക്കണം. ലൂഫിയും ഗോക്കും ഏകദേശം ഈ കാര്യത്തിൽ ഒരുപോലെ ആയതുകൊണ്ട് ലൂഫി ഇവിടെ പറക്കുന്ന രീതിയിലും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി വൺ പീസ് എന്ന ആനിമി അല്ലെങ്കിൽ ലൂഫി എന്ന ക്യാരക്ടർ നമ്മുടെയൊക്കെ റിയൽ ലൈഫിൽ വളരെയധികം ഇൻസ്പയർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ആനിമി നമ്മുടെ ഈ ഒരു വേൾഡിൽ പല സംഭവങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിറ്റുപോയ മാങ്ക അല്ലെങ്കിൽ കോമിക് നമ്മുടെ വൺ പീസ് ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ നടക്കുന്ന വാറും അതുപോലെ തന്നെ പല പ്രശ്നങ്ങൾക്കും ഇടയിൽ പ്രതിഷേധത്തിനായിട്ട് അവർ യൂസ് ചെയ്യുന്നത് ഈ ഒരു സ്ട്രോ ഹാറ്റ് പൈരറ്റിന്റെ ഫ്ലാഗ് ആണ്. ഓക്കെ, ഇപ്പോൾ ലൂഫിയെ പറ്റി വളരെ കുറച്ച് മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ലൂഫിയെ പറ്റി ഇനിയും പറയാൻ നിന്ന് കഴിഞ്ഞാൽ തീരില്ല, കാരണം അത്ര മാത്രമുണ്ട്. ഇപ്പോൾ ഓരോ ആർക്കും എടുത്തു കഴിഞ്ഞാൽ ലൂഫി അതിൽ ചെയ്തു വെച്ച സംഭവങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞാലും തീരില്ല. ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ വൺ പീസ് കാണാത്തവർക്കും കണ്ടവർക്കും ലൂഫി ആരാണെന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലായി കാണും. ഇനി നെക്സ്റ്റ് വൺ പീസിലെ ഏത് ക്യാരക്ടറിന്റെ വീഡിയോ ചെയ്യണമെന്ന് നിങ്ങൾ മറക്കാതെ കമന്റ് ചെയ്യൂ.